നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം പട്ടത്ത് ഓട്ടോയും ബൈക്കും കാറും കൂട്ടിയിടിച്ചതിന് പിന്നാലെ തീപിടിച്ച് ഒരു മരണം. മരിച്ചത് ഓട്ടോറിക്ഷ യാത്രക്കാരൻ ശിവകുമാർ. പാലക്കാട് വല്ലപ്പുഴയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മണ്ണാർക്കാട് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. മാസങ്ങളായി ശമ്പളമില്ലാതെ പീരുമേട് പോപ്സിലെ തോട്ടം തൊഴിലാളികൾ. 1500ഓളം തൊഴിലാളികൾക്ക് ദുരിത ജീവിതം. തോട്ടം അടച്ചു പൂട്ടുമെന്ന ആശങ്ക. ഇടുക്കിയിൽ തൊഴിൽ പരിശീലന കേന്ദ്രത്തോട് അവഗണന. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമെന്ന് നാട്ടുകാർ. വേനൽ അവധി ആഘോഷമാക്കി ടൂറിസ്റ്റുകൾ. മനോഹര കാഴ്ചകൾ കാണാൻ വാഗമണ്ണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. കൊടും വേനലിൽ സഞ്ചാരികൾക്ക് ആശ്വാസമായി കോന്നിയിലെ മണ്ണീറ വെള്ളച്ചാട്ടം. വിശദമായി നോക്കാം. തിരുവനന്തപുരം പട്ടത്ത് ഓട്ടോയും കാറും ബൈക്കും കൂട്ടിയിടിച്ച് തീ പിടിച്ച ഒരാൾ മരിച്ചു. മങ്ങാട്ടുകടവ് സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. ഓട്ടോയിലെ യാത്രക്കാരനായിരുന്നു. പുലർച്ചെ 3:30 പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമായിരുന്നു അപകടം. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പാലക്കാട് വല്ലപ്പുഴയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം സ്വദേശി ദിജീഷയാണ് മരിച്ചത്. കുറുവട്ടൂരിലാണ് അപകടം. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ചൂരക്കൂട് നിന്നും സുഹൃത്തുമായ ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയിലാണ് അപകടമുണ്ടായത്. പാലക്കാട് മണ്ണാർക്കാട് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കോങ്ങാട് പാതയിൽ പള്ളിക്കുറുപ്പിന് സമീപം ഇന്ന് പുലർച്ചെയാണ് സംഭവം. മണ്ണാർക്കാട് മുക്കടം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇറങ്ങി വന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ വീട്ടുമുറ്റത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. കോങ്ങാട് സ്വദേശികളായ അച്ഛനും മകളുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. കാസർഗോഡ് കാഞ്ഞിരത്തുങ്കൽ കുർത്തിക്കുണ്ടിൽ പോലീസുകാരനെ അടക്കം 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഒളിവിൽ പോയ സഹോദരങ്ങൾ പിടിയിൽ. ജിഷ്ണു, വിഷ്ണു എന്നിവരെ കന്യാകുമാരിയിൽ നിന്നാണ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 19-നാണ് ബിംബൂങ്കാൽ സ്വദേശി സരീഷ്, ബേഡകം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സൂരജ് എന്നിവരെ ആണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കാസർഗോഡ് എളേരിത്തട്ടിൽ പറമ്പിൽ കയറി വാഴയുടെ കൈ വെട്ടിയെന്നാരോപിച്ച് ദളിത് യുവാവിന് ക്രൂരമർദ്ദനം. സംഭവത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ ചിറ്റാരിക്കാൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തു. എളേരിത്തട്ട് സ്വദേശികളായ റെജി, രേഷ്മ, രതീഷ്, നിധിന എന്നിവർക്കെതിരെയാണ് കേസ്. KSRTC നെടുമങ്ങാട് ഡിപ്പോയിൽ സ്വിഫ്റ്റ് കമ്പനി കരാർ ഡ്രൈവർമാർ ചേർന്ന് കോർപ്പറേഷൻ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ ഡ്രൈവർ S. നസീറിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ സൂപ്പർ ഫാസ്റ്റിലെ ജീവനക്കാരായ V. വിപിൻ, സൂരജ് SL കുറുപ്പ് എന്നിവർക്കെതിരെയാണ് പരാതി. ഇരുവരും നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തെ തുടർന്ന് ദീർഘദൂര സർവീസ് പുറപ്പെടാൻ വൈകി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ചോറ്റാനിക്കര പോക്സോ അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 120ഓളം പേജുള്ള കുറ്റപത്രമാണ് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗ ശ്രമം, ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ജനുവരി 26-നാണ് പോക്സോ അതിജീവിതയെ വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. മറ്റൊരാളുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ടെന്ന സംശയത്തിലായിരുന്നു മർദ്ദനം.
കോതമംഗലം വടാട്ടുപാറയ്ക്ക് സമീപം തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടാട്ടുപാറ സ്വദേശി ഷാജിയാണ് മരിച്ചത്. കുട്ടമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിലെ 10 KSRTC ഡിപ്പോകൾക്ക് 10 റാപ്പിഡ് റിപ്പയർ മിനി വാൻ അനുവദിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കര ഡിപ്പോയിൽ നടന്നു. മന്ത്രിമാരായ KN ബാലഗോപാലും KB ഗണേഷ് കുമാറും ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പാറശാല മുതൽ കാസർഗോഡ് വരെ 10 ഡിപ്പോകൾക്കാണ് ആദ്യഘട്ടമായി റിപ്പയർ വാൻ അനുവദിച്ചത്. തുടർന്ന് എല്ലാ ഡിപ്പോകൾക്കും വാൻ അനുവദിക്കും. പാറശാല അമ്പൂരി കാരിക്കുഴിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. മനോജിന്റെ അച്ഛൻ വിജയൻ കീഴടങ്ങി. പാറശാല അമ്പൂരി കാരിക്കുഴിയിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവം. കുന്നത്തുമല സ്വദേശിയും 28-കാരനുമായ മനോജിനെ അച്ഛൻ വിജയൻ കുത്തിക്കൊല്ലുകയായിരുന്നു. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. വസ്തുതർക്കത്തെ തുടർന്നുള്ള കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണം. കയ്യിൽ കരുതിയിരുന്ന കറിക്കത്തി വെച്ച് നെഞ്ചിലേക്ക് കുത്തുകയായിരുന്നു. മനോജ് സംഭവ സ്ഥലത്ത് തന്നെ രക്തം വാർന്നു മരിച്ചു. പിന്നാലെ വിജയൻ പോലീസിൽ കീഴടങ്ങി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 പാറശാല. ഇടുക്കിയിൽ ഖാദി ബോർഡിന്റെ ഉടമസ്ഥതയിലെ തൊഴിൽ പരിശീലന കേന്ദ്രവും ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഉപയോഗശൂന്യമായ യന്ത്രങ്ങൾ മാറ്റി കെട്ടിടം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിൽ ലക്ഷ്യമിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇടുക്കി പഴയ വിടുതി കുരിശുംപടിയിൽ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ 2 കെട്ടിടമടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചത്. നൂൽക്കൽ, തേനീച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം. പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽക്കൽ ജോലിയും നൽകിയിരുന്നു. എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്നും ലഭ്യമാകാതെ വന്നതോടെ തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് മാറി. ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി. പിന്നീട് വർഷങ്ങളോളം അടഞ്ഞുകിടന്ന സ്ഥാപനം വീണ്ടും ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് ലക്ഷങ്ങൾ മുടക്കി പുനരാരംഭിച്ചെങ്കിലും ഇതും കുറച്ചു നാളുകൾക്ക് ശേഷം നിലച്ചു. തുരുമ്പെടുത്ത് പ്രവർത്തനരഹിതമായ യന്ത്രങ്ങൾ എടുത്തുമാറ്റി. കെട്ടിടം നവീകരിച്ച് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കെട്ടിടവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കെട്ടിടം നാട്ടുകാർക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. സാമൂഹിക വിരുദ്ധരുടെ ശല്യം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള യന്ത്രസാമഗ്രികൾ എടുത്തു മാറ്റി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി സാധനം തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാർ നല്ല പറയാനുള്ളത്. കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിലാണ്. ലക്ഷങ്ങൾ വില വരുന്ന നൂൽക്കൽ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ്. കെട്ടിടം യുവാക്കൾക്ക് ഒത്തുകൂടാനായി ക്ലബിനായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനാ നേതാക്കൾ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ന്യൂസ് 18 ഇടുക്കി. 4 മാസമായി ശമ്പളമില്ലാതെ പ്രയാസത്തിലാണ് ഇടുക്കി പീരുമേട് പോപ്സ് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ. ഏത് സമയവും തോട്ടം അടച്ചുപൂട്ടുമെന്ന ആശങ്കയിലാണ് 1500ഓളം തൊഴിലാളികൾ കഴിയുന്നത്. വണ്ടിപ്പെരിയാർ, പീരുമേട് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ തേയിലത്തോട്ടമാണ് പോപ്സ് ഗ്രൂപ്പിന്റേത്. ഇവിടുത്തെ 1500ഓളം തൊഴിലാളികളാണ് 4 മാസമായി ശമ്പളമില്ലാതെ കഷ്ടപ്പെടുന്നത്. ഈ മേഖലയിലെ വൻകിട തേയിലത്തോട്ടങ്ങളെല്ലാം പോപ്സ് ഗ്രൂപ്പിന്റേതാണ്. അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയാകെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ 1 മാസത്തെ ശമ്പളം ഏപ്രിൽ 15-ന് മുൻപായി നൽകാമെന്ന് തോട്ടമുടമ ഉറപ്പു നൽകി. എന്നാൽ തൊഴിലാളികളുടെ അക്കൗണ്ടുകളിൽ 15 ദിവസത്തെ ശമ്പളമാണ് എത്തിയത്. ഇതോടെ തൊഴിലാളികളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. 5 മാസമായി ശമ്പളം കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെല്ലാം വെളിയിലാണ് പണിക്ക് പോകുന്നത്. എസ്റ്റേറ്റിൽ മൊത്തം കൊളുന്ത് ഒത്തിരി വളർന്ന് കിടക്കുക. എല്ലാ കാട്ടിലും കൊളുന്തുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ പണിക്ക് പോവുക. മാനേജ്മെൻറ്റ് പറയുന്നത് ഇന്ന് മിനിഞ്ഞാന്ന് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിലെല്ലാം അളച്ച് പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് അതുമാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല. പോപ്സ് ഗ്രൂപ്പിന്റെ മഞ്ജുമല, ഗ്രാമ്പി, തേങ്ങാക്കല്ല് ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുകയാണ്. നിത്യച്ചെലവിനായി പോലും തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടുന്നു. ആഴ്ചയിൽ ലഭിക്കുന്ന ചെലവ് കാശ് 300 രൂപയാണ്. ഇതുകൊണ്ട് വേണം 4-5 അംഗങ്ങളുള്ള കുടുംബം കഴിയാൻ. തോട്ടം അടച്ചുപൂട്ടുമെന്ന സൂചന കൂടി വന്നതോടെ കടുത്ത ആശങ്കയിലാണ് തൊഴിലാളികൾ. ന്യൂസ് 18 ഇടുക്കി.
പാലക്കാട് തൃത്താല പടിഞ്ഞാറെ അങ്ങാടിയിൽ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിർമ്മാണമെന്നും ആരോപണമുണ്ട്. പാലക്കാട് പടിഞ്ഞാറങ്ങാടി കൂറ്റനാട് റോഡിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനായുള്ള നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് റോഡ് കുത്തിപ്പൊളിച്ച് താബൂക്ക് കൊണ്ട് അടിത്തറ നിർമ്മിച്ചതോടെ വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഇതോടെ കാൽനട യാത്രക്കാരും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ട്. അവിടേക്ക് രോഗികളുമായി പോകുന്ന കാര്യത്തിലും വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇത് പൊളിച്ചുമാറ്റി സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡിന്റെ കൃത്യമായ അകലം പോലും പാലിക്കാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം പടിഞ്ഞാറങ്ങാടിയിലെ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് അപാകതകൾ ഉണ്ടെങ്കിൽ അവ അടിയന്തരമായി പരിശോധിച്ച് മേൽ നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം നെയ്യാർ ഡാം റിസർവോയറിലെ കൂട് മത്സ്യകൃഷി വിളവെടുത്തു. ആദിവാസി വിഭാഗങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കാനായാണ് പദ്ധതി നടപ്പാക്കുന്നത്. നെയ്യാർ റിസർവോയറിന് സമീപത്ത് താമസിക്കുന്ന ആദിവാസികളുടെ വരുമാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഗുണമേന്മയുള്ള മത്സ്യം ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയാണ് മത്സ്യക്കൂട് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ തുടക്കത്തിൽ വനം വകുപ്പിന്റെ അനുമതിക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തുടർ ചർച്ചകളിലൂടെ അവ പരിഹരിച്ചു. മത്സ്യവകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള എന്ന സ്ഥാപനം മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രദേശങ്ങൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള സംരക്ഷിത മേഖലയായതിനാൽ വനം വകുപ്പിന്റെ കൂടെ അനുമതിയോടെയാണ് നടപടികൾ. ആദ്യം ആരംഭിച്ച യൂണിറ്റ് എന്ന നിലയിൽ നെയ്യാറിൽ പരീക്ഷണം നടത്തിയ ശേഷമാണ് ഇടുക്കി പീച്ചി റിസർവോയറുകളിൽ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത 14 ഗുണഭോക്താക്കൾക്ക് കേജ് മാനേജ്മെന്റ്, കരിമീൻ, വരാൽ എന്നീ മത്സ്യങ്ങളുടെ പരിപാലനത്തെപ്പറ്റിയും പരിശീലനം നൽകിയിരുന്നു. നെയ്യാർ റിസർവോയറിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കരിമീൻ, വരാൽ എന്നീ മത്സ്യങ്ങൾ വളർത്താൻ തീരുമാനിക്കുന്നത്. 1 കിലോ കരിമീനിന് 450 രൂപയും 1 കിലോ വരാലിന് 350 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്ന വില. ന്യൂസ് 18 നെയ്യാർ. വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ നിർമ്മിച്ചിരിക്കുകയാണ് കോതമംഗലം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് കോഴ്സ് പ്രോജക്ടിന്റെ ഭാഗമായി ഹൈബ്രിഡ് ഓട്ടോറിക്ഷ രൂപകൽപ്പന ചെയ്തത്. പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയിൽ 1 കിലോവാട്ടിന്റെ BLDC മോട്ടോർ പ്രത്യേകമായി ഘടിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ ഹൈബ്രിഡ് ഓട്ടോറിക്ഷ തയ്യാറാക്കിയിരിക്കുന്നത്. മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി 60Hന്റെ 4 ബാറ്ററികളും അതിന്റെ കൺട്രോളറുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയം പെട്രോളിലും വൈദ്യുതിയിലും ഈ വാഹനം ഓടിക്കാൻ കഴിയും. കൂടാതെ ബാറ്ററിയുടെ ചാർജ് കഴിയുന്ന സമയങ്ങളിൽ പെട്രോളിൽ മാത്രമായും ഉപയോഗിക്കാൻ കഴിയും. ഇതിനുവേണ്ടി പ്രത്യേക സംവിധാനം വിദ്യാർത്ഥികൾ വണ്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതിയിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ 60 മുതൽ 80 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു. 40 കിലോമീറ്ററാണ് പരമാവധി വേഗത. കൂടാതെ പെട്രോളിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നതിനാൽ പ്രകൃതി സൗഹൃദമായ യാത്ര ഈ വാഹനം ഉറപ്പുതരുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. അറ്റ് എ ടൈം പെട്രോളിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലോ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഒരു 50 കിലോമീറ്റർ റേഞ്ചിൽ കിട്ടുന്ന വണ്ടിക്ക് അതൊരു 80 മുതൽ ഒരു 90 കിലോമീറ്റർ വരെ അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് കയറ്റം നിരപ്പ് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് വണ്ടി കൺവീനിയൻറ്റ് ഓടിക്കാൻ സാധിക്കും ഒരു ഡിസൈനിലൂടെ. ഡോക്ടർ അരുൺ എൽദോ ഏലിയാസിന്റെ മേൽനോട്ടത്തിൽ മാനേജ്മെന്റ് ധനസഹായത്തോടെയാണ് 1 ലക്ഷം രൂപ ചെലവഴിച്ച് വാഹനം പൂർത്തിയാക്കിയത്. ഹൈബ്രിഡ് ഓട്ടോയുടെ ഫ്ളാഗ് ഓഫ് സാങ്കേതിക ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് നിർവഹിച്ചു. ന്യൂസ് 18 കോതമംഗലം. ഇത്തവണയും മധ്യവേനൽ അവധി ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ ഇഷ്ടയിടം വാഗമൺ തന്നെയാണ്. മൊട്ടക്കുന്നുകളുടെ കാഴ്ചകൾക്കൊപ്പം സാഹസിക വിനോദസഞ്ചാര സാധ്യതകളുമാണ് വാഗമണ്ണിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുന്നത്. വാഗമൺ കാഴ്ചകൾക്ക് കൂടുതൽ അഴക് വിരിച്ച് ഈ മാസം 11 വരെ ഫ്ലവർ ഷോയും നടക്കും. ഹൈറേഞ്ചിൻ്റെ തണുപ്പു തേടിയെത്തുന്ന സഞ്ചാരികളുടെ പറുദീസയാണ് വാഗമൺ. പുലർച്ചെ മഞ്ഞിൻ്റെ മേലങ്കി അണിഞ്ഞു കിടക്കുന്ന മൊട്ടക്കുന്നുകളും തേയിലച്ചെരുവുകളും, പൈൻമരങ്ങൾക്കിടയിലൂടെ ഒരു നടത്തം. അങ്ങനെ ആസ്വദിക്കാൻ ഏറെയുണ്ട് വാഗമണ്ണിൽ.
കണ്ണാടിപ്പാലമാണ് വാഗമൺ കാഴ്ചകളിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. പ്രായം നോക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇത്രയും കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇത് നല്ലൊരു സംരംഭമാണ്. കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ അല്ലെങ്കിൽ വലിയ പ്രായമായവർക്ക് വരെ ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമാണ് വാഗമണ്ണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരുക്കിയ എല്ലാവർക്കും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ നൽകുന്നു. സ്കൈ സൈക്ലിംഗ്, റോക്കറ്റ് ഇജക്ടർ, സ്വിപ്പ് ലൈൻ, സ്കൈ റോളർ തുടങ്ങി ഒന്ന് പറന്ന് കാഴ്ചകൾ കാണാൻ പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെ സാഹസിക സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ആക്ടിവിറ്റികൾ വാഗമണിൽ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചില ദിവസങ്ങളിൽ പെയ്യുന്ന വേനൽമഴ സഞ്ചാരികൾക്ക് ചെറിയ നിരാശ ഏകുന്നുണ്ട്. വൈവിധ്യങ്ങളായ പൂക്കളുമായി പുഷ്പമേള എത്തിയതോടെ കാഴ്ചകൾക്ക് കൂടുതൽ നിറം കൈവരുന്നുണ്ട്. ഇത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിട്ടുള്ള തോന്നുന്നത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വന്നതാണ്. ഇപ്പോൾ പല സ്ഥലത്തും പോയി, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി തോന്നിയ ഒരു വളരെ കണ്ണിന് വളരെയധികം കുളിർമ കിട്ടുന്ന ഒരു പ്ലേസ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. വേനലവധിക്കാലം അവസാനിക്കാറാകുന്നതോടെ വീണ്ടും തിരക്ക് വർദ്ധിക്കും. ന്യൂസ് 18 ഇടുക്കി. വേനലിൽ സഞ്ചാരികൾക്ക് ആശ്വാസമാവുകയാണ് പത്തനംതിട്ട കോന്നിയിലെ മണ്ണീറ വെള്ളച്ചാട്ടം. പ്രകൃതി ഒരുക്കിയ വെള്ളച്ചാട്ടത്തിലുള്ള കുളിയും ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെയാണ് സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. അവധിക്കാലമായതിനാൽ സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. തണ്ണിത്തോട് പഞ്ചായത്തിലാണ് മണ്ണീറ വെള്ളച്ചാട്ടം. മണ്ണീറ വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാട്ടരുവികളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് താഴേക്ക് പതിക്കുന്നത്. അവധിക്കാലവും വേനലുമായതോടെ മണ്ണീറ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവരുടെ എണ്ണം കൂടി. മഴക്കാലത്താണ് വെള്ളം ശക്തമായി ഒഴുകുന്നതെങ്കിലും ഇപ്പോൾ ഇടയ്ക്ക് പെയ്യുന്ന മഴ വെള്ളച്ചാട്ടത്തെ സജീവമാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഏറെ നേരം ചെലവിട്ടാണ് മടങ്ങാറ്. കോന്നിയിൽ നിന്നും 8 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ മണ്ണീറ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം. പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിലെ കുളിയും മനോഹര കാഴ്ചയും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. ഇവിടെ ഒത്തിരി നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ കസിൻസ് ഇവിടെ ജസ്റ്റ് അടുത്തായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെക്കേഷന് വരുമ്പം മെയിൻലി പ്രിഫർ ചെയ്യും ഇവിടെ വരാൻ. കാരണം കുഞ്ഞുങ്ങൾ ഖത്തറിൽ നിൽക്കുമ്പോൾ തന്നെ പറയും ഇവിടെ വരുമ്പോൾ ഇവിടെ വരണം, വെള്ളച്ചാട്ടം കാണണം. അങ്ങനെ ഇവിടെ വന്നു കുഞ്ഞുങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ടുണ്ട്. പത്തനംതിട്ട തന്നെ എനിക്ക് തോന്നുന്നു ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷനാണ്. എവറി ഇയർ ഞങ്ങൾ മറക്കാതെ ഇവിടെ വരാറുണ്ട്. കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന ചെറു സംഘങ്ങൾ എപ്പോഴും സജീവമാണ്. മണ്ണീറയിൽ തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റ് 2 വെള്ളച്ചാട്ടങ്ങൾ കൂടിയുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. മധുരമൂറും മാമ്പഴ കാഴ്ചയൊരുക്കി കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ മാംഗോ ഫെസ്റ്റ്. ഇത്തവണ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് മാമ്പഴമാകട്ടെ ലഹരി എന്ന ആശയത്തിൽ ആണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പടന്നക്കാട് കാർഷിക കോളേജിലാണ് മലബാർ മാംഗോ ഫെസ്റ്റ്. ഇത്തവണ എക്സൈസ് വകുപ്പ് വിമുക്തിയുമായി സഹകരിച്ച് മാമ്പഴമാകട്ടെ ലഹരി എന്ന ആശയത്തിലാണ് ഫെസ്റ്റ് നടത്തുന്നത്. മേളയിൽ മാമ്പഴ ഇനങ്ങളായ ചക്കരക്കുട്ടി, അൽഫോൻസോ, ഹിമാപസന്ത്, കാലാപ്പാടി, കേസർ, മൽഗോവ, മാണിക്യം, മല്ലിക, ബെങ്കനപ്പള്ളി, സിന്ദൂരം, നീലം തുടങ്ങിയവയാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് 2 ടണ്ണോളം മാങ്ങകളാണ് വിറ്റുപോയത്. ഇത്തവണ നമ്മൾ പുതുതായി കൊണ്ടുവന്ന ഒരുപാട് നൂതന കൃഷി രീതികൾ കർഷകരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ മുഖ്യ ആകർഷണമായ ഹിമാപസന്ത്, ബങ്കനപ്പള്ളി എന്നിവയും നമ്മൾ കുറച്ചുകൂടി അധികമായി ഒരുക്കിയിട്ടുണ്ട്, നാട്ടുകാർക്ക് കൂടുതൽ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത്തവണ കേരള എക്സൈസ് വകുപ്പുമായി ചേർന്നിട്ട് മാമ്പഴമാകട്ടെ ലഹരി എന്നൊരാശയം നാട്ടുകാരിലോട്ടും യുവത്വത്തിലോട്ടൊക്കെ എത്തിക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഇത്തവണ നമ്മുടെ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം 2025 എന്ന് പറയുന്നത്. ബങ്കനപ്പള്ളി, പഞ്ചവർണം, കുറ്റ്യാട്ടൂർ, നടശാല, ഹിമാപസന്ത് തുടങ്ങിയവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. തൈ വിൽപ്പന നഗരിയിൽ മാവിനങ്ങളായ ഫിറാങ്കിലുടുവ, മെർക്കുറി, ചന്ദ്രക്കാരൻ മുതലായവയ്ക്കും
പ്ലാവിനങ്ങളിൽ വിയറ്റ്നാം, ഏർലിക്ക തുടങ്ങിയവയാണ് കൂടുതൽ വിറ്റുപോകുന്നത്. ഫെസ്റ്റിവൽ ഒരുക്കിയ ഫുഡ് കോർട്ട്, കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനം, ആഗ്രോ ക്ലിനിക്കിന്റെ പ്രവർത്തനം എന്നിവയും ശ്രദ്ധേയമാണ്. മേളയോടനുബന്ധിച്ച് വിവിധ വിഷയത്തിൽ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. അന്തരിച്ച യുവ ചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ ഓർമ്മയ്ക്കായി ബേക്കലിൽ ചിത്രമതിൽ ഒരുക്കിയ കുടുംബം. അർജുൻ കെ ദാസ് ഫൗണ്ടേഷനും BRDSഉം ചേർന്നാണ് ചിത്രമതിൽ ഒരുക്കിയത്. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ആനിമേഷൻ ആൻഡ് ഫിലിം ഡിസൈനിലെ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ കെ ദാസ്. 2015 ജൂൺ 20 ഗാങ്ടോക്കിൽ നദിയിൽ വീണായിരുന്നു മരണം. അകാലത്തിൽ നഷ്ടമായ അർജുന്റെ ഓർമ്മയ്ക്കായാണ് ടൂറിസം കേന്ദ്രമായ ബേക്കലിൽ ചിത്രമതിൽ ഒരുക്കിയത്. കാസർഗോഡിന്റെ ചരിത്രവും പൈതൃകവും ഉൾക്കൊള്ളുന്നതാണ് ചിത്രമതിൽ. അർജുൻ കെ ദാസിന്റെ കുടുംബവും അർജുൻ കെ ദാസ് ഫൗണ്ടേഷനും BRDCയുമായി ചേർന്നാണ് ചിത്രമതിൽ ഒരുക്കിയത്. അർജുന്റെ സഹപാഠികളായിരുന്ന 10ഓളം ചിത്രകാരന്മാർ ചേർന്നാണ് ചിത്രങ്ങൾ വരച്ചത്. ചിത്ര കലാകാരനും NID സ്റ്റുഡൻറ്റുമായി എൻ്റെ മകൻ മരണപ്പെട്ടിട്ട് 10 വർഷമായി. അപ്പോൾ അവൻ്റെ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചിത്രരചന കാര്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ മകൻ്റെ ഒരു കാര്യമാണ് ഈ ചിത്രമതിലുകൾ എന്നുള്ളത്. ഈ പെയിൻറ്റ് വാളുകാരൻ പല രാജ്യത്ത് പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം അവൻ്റെ ഓർമ്മക്കായിട്ട് ഇപ്പം കാസർഗോഡ് നടത്തി വരികയാണ്. മോൻ്റെ ഓർമ്മയ്ക്കാണ് ചെയ്യുന്നത്. മോൻ്റെ പിറന്നാൾ ദിനം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുമർ ചിത്രം ചെയ്യുവാണ്. അപ്പോൾ അവൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചുമർ ചിത്രം ചെയ്തിട്ടുണ്ട് കൂട്ടുകാരൻ്റെ കൂടെ. അപ്പോൾ ആ കൂട്ടുകാരും ചിത്രകലാ വിദ്യാർത്ഥികളും NID സ്റ്റുഡൻസും എല്ലാം കൂടെ ഒരു 10ഓളം കുട്ടികൾ ഇപ്പം ബേക്കൽ പാർക്കിൽ ചുമർ ചിത്രം ചെയ്യുകയാണ്. CH കുഞ്ഞമ്പു MLA ചിത്രമതിൽ നാടിന് സമർപ്പിച്ചു. GS പ്രദീപ്, ലളിതകലാ അക്കാദമി ചെയർമാൻ എബി N ജോസഫ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. കോഴിക്കോടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ സരോവരം പാർക്കിലും ചിത്രം വരച്ചിരുന്നു. ടെലിസ്കോപ്പിലൂടെ നോക്കുന്ന വാസ്കോഡഗാമയുടെ ചിത്രം വരയ്ക്കണമെന്നത് അർജുന്റെ ആഗ്രഹമായിരുന്നു. ഇതാണ് സുഹൃത്തുക്കൾ ചേർന്ന് നിറവേറ്റിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും അർജുന്റെ ഓർമ്മകൾ തുടിക്കുന്ന ചിത്രം സഹപാഠികൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഓഫീസറായിരുന്ന മോഹൻദാസിന്റെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരിയായിരുന്ന കരുണയുടെയും മകനാണ് അർജുൻ. ന്യൂസ് 18 കാസർഗോഡ്. ജനശ്രീ മിഷൻ കായംകുളം ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം പുതുപ്പള്ളി തണ്ണീർവനത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജനശ്രീ മിഷൻ ആലപ്പുഴ ജില്ലാ ചെയർമാൻ KK നൌഷാദ് നിർവഹിച്ചു. ബ്ലോക്ക് ചെയർമാൻ AM കബീർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബേബി കമലം, ട്രഷറർ V രാജു, കേന്ദ്ര സമിതി അംഗം PS പ്രസന്നകുമാർ, സെക്രട്ടറി C അമ്മിണി എന്നിവർ നേതൃത്വം നൽകി. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. ഇന്നിതുവരെ അശ്വതി ചേരും. നമസ്കാരം.